ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പെറ്റൂണിയ നടുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇത് നമ്മുടെ കരിയാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വിറകൊക്കെ കത്തിച്ചിട്ടെടുക്കുമ്പോൾ വരുന്ന ആ ഒരു കരിയാണിത്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് ഇന്ന് ഉണ്ടാക്കുന്നത്. പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സക്സസ് ആവുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ച് ജൈവവളമാണ്. എനിക്ക് വേപ്പും പിണ്ണാക്കും എല്ലുപൊടി ഇട്ടിട്ടൊന്ന് നട്ട് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നട്ടില്ല. പിന്നെ ഈ കുപ്പിയിലിരിക്കുന്നത് എൻ്റെ മാത്രം സീക്രട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, ഞാൻ ഈ പോട്ടി മിക്സിൽ ചേർക്കുന്നത്. അപ്പോൾ അതൊരു സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കരിയും പിന്നെ കുറച്ച് മണ്ണെടുക്കുന്നതൊക്കെ അത് ഇതുപോലത്തെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് ആ ഒരു പ്ലാന്റ് ഇരുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പെർലൈറ്റും ഒക്കെ തീർന്നു പോയി. അപ്പോൾ ഞാൻ പെർലൈറ്റ് ഇരുന്ന ഒരു പോട്ടി മിക്സിൽ നിന്ന് കുറച്ച് മണ്ണും കൂടി തട്ടിയിട്ടിട്ട് ഒന്നുകൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു ട്രീറ്റ് ചെയ്യാതെ ഒരു പ്ലാന്റ് ഇരുന്ന ആ പോട്ടി മിക്സ് ഉപയോഗിക്കാമെന്ന്. ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. എനിക്കിതുവരെയ്ക്കും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ അതേ സെയിം പോട്ടി മിക്സ് തന്നെ എടുക്കാറുണ്ട്. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ റീപോട്ട് ചെയ്യാനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത്. കുറച്ചധികം പ്ലാന്റ് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ സെയിലിലേക്ക് കൊണ്ടുവരണം, കുറച്ച് റീപോട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റൂട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അതിനകത്ത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിനെ ഒന്ന് പോട്ട് ചെയ്തത്. അപ്പോൾ പോട്ട് ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സൈഡിൽ സൈഡിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പോട്ടി മിക്സ് കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് ഇരിക്കുകയും, അപ്പോൾ അതുകൊണ്ട് സൈഡിൽ കൂടെയാണ് ഞാനിപ്പോൾ പെറ്റൂണിയയ്ക്ക് വെള്ളം ഒഴിക്കുന്നത്. നമ്മുടെ പ്ലാന്റ് പോകാതിരുന്നാൽ ഭാഗ്യം കേട്ടോ. പെറ്റൂണിയ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വരുന്നതും പോകുന്നതും നമ്മളൊട്ടും അറിയാത്തൊരു പ്ലാന്റാണ്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. രാവിലെ നട്ട പ്ലാന്റ് ഇപ്പോൾ ഒരു രാത്രി സമയമാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് നമ്മുടെ മണ്ണുമായിട്ട് സെറ്റായോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അന്നേരം ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇടാവേ. പിന്നെ മില്യൻ മെൽസൊക്കെ നമ്മുടെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്, വെയിലൊക്കെ ഇല്ലാത്തത് കൊണ്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ കൂട്ടിന് കണ്ട ഒരു പെറ്റൂണി വാടി കിടക്കുന്നത് ഇന്ന് ഓക്കെ ആയിട്ട് നിൽക്കും, പക്ഷെ നാളെ നോക്കുമ്പോൾ പെറ്റൂണി അങ്ങ് വീണ് കിടക്കുകയും. അതാ ഞാൻ പറഞ്ഞത്, ഈ പെറ്റൂണിയനെയും മില്യൻ ബെൽസ് ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെയൊന്നും നമുക്ക് നമ്പാനേ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മൾ കുറച്ച് പ്ലാന്റൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോട്ടി മിക്സൊക്കെ കണ്ടല്ലോ, ഇങ്ങനെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. ഡെഡ് ലീഫ് എല്ലാം റിമൂവ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ പഴകിയ ലീഫെല്ലാം ഞാൻ പെട്ടെന്ന് റിമൂവ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് ഞാൻ അങ്ങനെ വിടാറുള്ളത്. എന്നാലും കഴിവതും ഞാൻ പെട്ടെന്ന് ചെയ്യാറുണ്ട്. അതിൻ്റെ ആ മഞ്ഞയുടെ കൂടെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ ഈസി വേവിൻ്റെ ബ്ലൂ പ്ലാന്റ് എൻ്റെ നിന്ന് പോയി കേട്ടോ.